ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു വെടുക്കൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അമ്മായി ബീഫ് കറി കേട്ടോ. നമ്മുടെ അമ്മായിരേയും ചൂണ്ടിയത് കേട്ടോ. ഇത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് തള്ളി വിടണേ ഇതേ പേരിൽ. അപ്പം നമ്മളും പിള്ളേരും കൂടെ നേരെ മാർക്കറ്റിലേക്ക് വിട്ടു. നല്ല ഏളം പോത്തിറച്ചി മേടിക്കാൻ വേണ്ടി നേരെ കഴിയുന്നു. ചേട്ടൻ അപ്പം ബിസ്ക്കറ്റ് ഷേപ്പിലങ്ങ് കട്ട് ചെയ്ത് പോത്തിറച്ചി കവറിലാക്കി നമ്മളെ തന്നു. പിള്ളേർ നേരെ അത് മേടിച്ച് വണ്ടിയിലാക്കിയ ശേഷം അതിന് വേണ്ട വെയിറ്റുകളും കൂടെ അവിടെ ചെന്നങ്ങ് മേടിക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴും ചേട്ടനൊരു കവറിലാക്കി ഈ സംഭവം അങ്ങ് നേരെ തന്നു. നേരെ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി ഒരൊറ്റ വിടിപ്പീരങ്ങ് പിടിപ്പിച്ചു. നേരെ വീട്ടിൽ ചെന്നു. അപ്പോഴേക്കും നമ്മുടെ പോത്തിറച്ചിയായിട്ട് പിള്ളേർ നേരെ വന്നു. അപ്പോൾ ഇവനൊന്ന് കഴുകി വൃത്തിയാക്കണമല്ലോ. ആദ്യം നേരെ പാത്രത്തിലേക്ക് ഒരു മറിച്ചു നല്ല രീതിയിൽ 3-4 പ്രാവശ്യം കഴുകുക. കാരണം ആ ചോര പോകുന്നവരെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം കഴിക്കോട്ടെ ചങ്ങാതിമാരെ. നല്ല ഭംഗിയായിട്ടും കഴിക്കും. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇവരെ നേരെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു മറിക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്തിടുക. കുറച്ച് പേരിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. ശേഷം ഉപ്പ് ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇങ്ങ് നല്ല രീതിയിൽ അങ്ങ് താളിക്കുക. താളിച്ചിട്ട് ഇവനെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തിരുമുക. സ്പൂണ് വെച്ചോ നിങ്ങൾ കൈ വെച്ചോ നല്ല രീതിയിൽ ആ മസാല എല്ലാം കൂടെ ആ പോത്തിറച്ചിയിൽ നല്ല രീതിയിൽ അങ്ങ് പിടിക്കണം. ഇതുപോലെ ചുമന്ന് തുടുത്തങ്ങ് ഇരിക്കണം. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. ഇതുപോലെ മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് 5-10 മിനിറ്റ് അങ്ങ് വെച്ചേക്കുക. ശേഷം നേരെ പ്രഷർ കുക്കർ അടച്ച ശേഷം ഒരു 4 വിസിലടിക്കാൻ വേണ്ടി ഇവരെ കാത്തിരിക്കുക. ഇതിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കാരണം പോത്തിറച്ചിയിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് നിങ്ങൾ നോക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിലങ്ങ് അടിച്ചോട്ടോ. ഒന്ന് നോക്കണ്ട, കണ്ണടച്ച് 4 വിസിലടിച്ച് കഴിയുമ്പോഴേക്ക് ഈ സാധനം റെഡിയായി ഓൾമോസ്റ്റ് റെഡിയാക്കി. അപ്പോഴേക്കും നമുക്ക് പ്രഷർ കുക്കറൊക്കെ മാറ്റി വെക്കാം. അടുത്തത് നമ്മുടെ അടുത്ത പാത്രം എടുത്തു തീ പിടിപ്പിക്കുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം അതിലേക്ക് ഓൾ ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, കാടമണ, പെപ്പർ ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, കുറച്ച് പെരിഞ്ചീരകം കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി നിന്ന് 2ആയിട്ട് കീറി അവനെയും എടുത്തൊരു മറിക്കുക. അവൻ വലിയ പീസായിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ. എന്നാൽ അതിനൊരു ഭംഗിയുള്ളൂ. എന്നിട്ട് അവനെയും ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും കൂടെ ഒരു മറിക്കുക. അത് ചെറുതായി അരിയാം, ഇച്ചിരി വലുപ്പത്തിൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല. അവനെയും കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ. അപ്പോൾ ഇവരൊക്കെ ഏകദേശം ഒരു കളറായി ഭാവത്തിലൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് 2ആയിട്ടോ 4ആയിട്ടോ കീറിയ പച്ചമുളകും കൂടെ എടുത്തൊരു അറിയാം. ശേഷം ഇവനെയും ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടല്ലേ, ഒരു കളറും ഭാവമൊക്കെ ആയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള അല്ലെ ചെറുള്ളി ഇത് 2 ഏതെങ്കിലും ഒന്ന് എടുത്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്യാം. അത് നല്ല കളറാവണം കേട്ടോ, ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇവനൊന്ന് വാടി കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പങ്ങ് വാരിങ്ങ് വെതറിക്കും. ഒന്നും നോക്കല, കണ്ണടച്ചും കിട്ടുകൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇവനെല്ലാം കൂടെ ഒന്ന് വാടി ഒരു പരുവും രൂപമൊക്കെ ആയി കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം ഇതുപോലെ വളർത്തി ഏകദേശം ഈ കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് നല്ല രീതിയിൽ കാശ്മീരി ചില്ലി പൗഡർ മറിക്കുക, മല്ലിപ്പൊടി ഇതുപോലെ മറിക്കുക. അത് 2 സ്പൂൺ വേണം കേട്ടോ മല്ലിപ്പൊടി കേട്ടോ. ശേഷം അതിലേക്ക് മീറ്റ് മസാല ഒരു 2 സ്പൂൺ അങ്ങ് മറിച്ചു. കാരണം ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ശേഷം ഒരു പേരിനിച്ചിട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ കലക്കി ഒരു രൂപം ഭാവമൊക്കെ ആക്കി ഇതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഈവനൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ആകുന്ന സമയമാകുമ്പോഴേക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു മിക്സി എടുക്കുക, അതിലേക്ക് തേങ്ങ എടുത്തിടുക, പെരിഞ്ചീരകം ഇടുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇവനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. നല്ല പേസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. ശേഷം അവനെ എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക. കണ്ടില്ലേ. ശേഷം ഇത് 3ഉം കൂടെ ഇട്ടങ്ങ് കലക്കി ഒരു രൂപവും ഭാവമൊക്കെ ആക്കിയെടുക്കുക. കണ്ടില്ലേ, മൊത്തത്തിലൊരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കുക. ചെറിയ ചൂടിൽ വേണം ഇത് ചെയ്യാനേ. ചെറിയ ചൂടിൽ ഇവനങ്ങ് പാകത്തിൻ്റെ രൂപം ഭാവമൊക്കെ ആക്കി സെറ്റായി വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് പ്രഷർ കുക്കറങ്ങ് തുറക്കാം. പ്രഷർ കുക്കറങ്ങ് തുറന്ന് കഴിയുമ്പോഴേക്കും ആയോന്ന് ബീഫ് എടുത്തൊരു മറിയ എൻ്റെ ചങ്ങാതി. ആ വെള്ളവും ബീഫ് എല്ലാം കൂടെ എടുത്തൊരു മറിയ അതിലേക്ക് മറിച്ചു. എന്നിട്ട് ഇവനെ മൊത്തത്തിലങ്ങ് കലക്കുക. ഇതുപോലെ അങ്ങ് കലക്കിക്കും. ഇപ്പോൾ ഒരു ഗ്രേവി രൂപത്തിലായിട്ട് ഇവനെങ്ങ് കിട്ടും. എന്നിട്ട് തീ അങ്ങ് ചെറുതായിട്ടങ്ങ് കൂട്ടിയ ശേഷം ഇവനെ അങ്ങ് തിളപ്പിക്കുക. നല്ല ഭാവത്തിലിരിക്കുന്നുണ്ടോ ബീഫ് കട്ട. എന്നിട്ട് ഇവനെങ്ങ് നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ചങ്ങ് കുറുകി വരുമ്പോഴേക്ക് കണ്ടില്ലേ, നല്ല സെറ്റായി വരുമ്പോൾ കയ്യിലേക്ക് ഇച്ചിരി സ്നേഹത്തോടെ കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട ശേഷം ആ സന്തോഷം ഭാവമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവൻ നല്ല സ്മെല്ലായിരിക്കും. അപ്പം നമ്മുടെ ചെറുക്കം പുറകെ നിന്ന് കൊതി വിടുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ദൈവൻ്റെ ഒരു പീസ് എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച ശേഷം
ഇവനൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് രൂപം പാവായി കഴിയുമ്പോൾ ഒരു കറിവേപ്പില ഇതുപോലെ ഇങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങ് വാരി വിതറുക, ഒന്നും നോക്കണ്ട, കണ്ണടച്ച്. എന്നിട്ട് ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത ശേഷം ഇതുകൊണ്ട് ഇതുപോലെ കലക്കി ഒരു രൂപം ഭാവമാക്കിയ ശേഷം പൊക്കിയെടുക്കും. കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതി, വായിക്കോടെ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നല്ല ചൂട് ദോശയുടെ പൊക്കത്തേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ആ ബീഫിൻ്റെ സ്മെല്ലും ആ ദോശയും കൂടെ എല്ലാം കൂടെ വരുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയുണ്ടാവില്ല. ഇതുപോലെ ഒരു പീസ് എടുത്ത് നേരെ എൻ്റെ ചങ്ങാതിമാർക്ക് ഇങ്ങ് തരുക. ഒരു രക്ഷയില്ല, കണ്ണടച്ചങ്ങ് പിടിച്ചോ എൻ്റെ ചങ്ങാതി.